ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഏതുവരെ പഠിച്ചു? MA B.Ed. ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് ന്യൂനതകളുണ്ട് എന്ന അഭിപ്രായമുണ്ടോ? പാഠ്യഭാരം കൂടുതലാണ്. സത്യത്തിൽ തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നു. കുട്ടികളല്ലേ, ചിലപ്പോ തുമ്പികളെ പിടിച്ചെന്നോ കല്ലെടുപ്പിച്ചെന്നോ എന്നൊക്കെ വരും. അതൊക്കെ ഇത്ര കാര്യമാക്കാനുണ്ടോ കുട്ടി? ഭൗതിക ശാസ്ത്രത്തിന് നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരാണ്? CV രാമൻ. ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? ആറ്റം എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ്? ഗ്രീക്ക്. ക്രിസ്തു സാധാരണ ജനങ്ങളോട് സംസാരിച്ചിരുന്ന ഭാഷ? അരാമിയ. അതൊരു മീന്റെ പേരല്ലയോ? വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ എന്നതാ ഉദ്ദേശിക്കുന്നേ? സാംസ്കാരികമായി ചിന്തിക്കുക, പ്രവർത്തിക്കുക, സംസാരിക്കുക, ജീവിക്കുക. അതെന്റെ മുഖത്തോക്കി പറയുന്ന എന്നാത്തിനാ? ഉത്തരം മുട്ടിച്ചോണ്ടാന്നോ? എന്നാ ഒരെണ്ണം കൂടി ചോദിക്കാം. ഒരു പൂച്ചയുടെ മുമ്പിൽ ഒരു കഷ്ണം ഉണക്കമീനും ഒരു കഷ്ണം പച്ചമീനും വെക്കുന്നു. പൂച്ച ആദ്യം ഏത് മീൻ തിന്നും? ഇതുപോലുള്ള വിഡ്ഢിത്തരങ്ങൾക്ക് ഉത്തരം പറയാൻ എനിക്ക് പറ്റില്ല. ക്ഷമിക്കണം സർ, ഈ ജോലി എനിക്ക് വേണമെന്നില്ല. You are appointed. ജാസ്മിൻ, ലില്ലി, റോസ്. തെറ്റിക്കാതെ എഴുതു മോനെ. പറഞ്ഞേ. ലോട്ടസ്. പറഞ്ഞിട്ട് പടം നോക്കിയിരിക്കുന്നോടാ. ഇതണ്ടോളമേ മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഹിന്ദി പുസ്തകത്തിനകത്ത് മനീഷ കൊയ്രാള. റാണി, എന്നാത്തിനാടി നീ അവനെ വെറുതെ കരയിപ്പിക്കുന്നേ? പഠിക്കാനിരുന്നിട്ടേ അവൻ താണ്ട ഇതൊന്നും നോക്കിയിരിക്കുവാ. ഓ, ഇതാണോ കാര്യം? പഠിക്കാൻ നേരത്തെ പഠിക്കണ്ടേ? ഇല്ലെങ്കിൽ നിന്റെ പപ്പയുടെ പോലെ മീൻ കച്ചവടം മതിയോ നിനക്കും? നിനക്ക് എവിടെ നടാ കിട്ടിയത്? പപ്പയുടെ പോക്കറ്റിൽ. അല്ല, ദേ ഇതാ. മേരിക്കുഞ്ഞ് കാണണ്ട. എന്നാ ചേച്ചി? ഒന്നുമില്ലെന്നേ. ഈ മീനച്ചാന്റെ പോക്കറ്റിലെ മേരിയളമയ്ക്ക് പകരം മനീഷ കൊയ്രാള. നാണോ ഇല്ലല്ലോ മനുഷ്യ നിങ്ങക്ക്? അതെ, ചന്തയിലെ പിള്ളേർ പറ്റിച്ച പണിയാ. സീഫുഡേ, ഫോട്ടോ വേണ്ടായോ? അയ്യടാ, കുടുംബകലം ഉണ്ടാക്കിയല്ലോ നീ. തകർത്തു തകർത്തു. ആ ടോയ്സ് എടുത്ത് വണ്ടിയിലോട്ട് വെക്കടാ. അപ്പൊ ശരി, വൈകുന്നേരം. റാണി, ജിബു, ഈ പിള്ളേർ എവിടെ പോയി കിടക്കുന്നത്? തല്ലുകൂടരുത്, എല്ലാവർക്കും ഉണ്ട്. റാണി, ചോക്ലേറ്റ് നീ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കും. മാഡം ആകെ പരിഭ്രമിച്ചിരിക്കുക. എന്നാ ലേറ്റ് ആയതിന്റെ ചൂടിലാ. അയ്യോ, ശരിക്കും സോപ്പിട്ടല്ലേ രക്ഷയുള്ളൂ കൂട്ടൻ സേ. ആളിങ്ങ് എത്തിയല്ലോ. എത്തിയല്ലോ. ചേച്ചിയമ്മയുടെ അടുത്തോട്ട് ചെല്ലി കെട്ടിക്കോളും. എന്നാ കുഴപ്പാവോ? ചെല്ല് ചെല്ല്. എന്റെ മാതാവേ. പിന്നെ എന്നാക്കെ ഉണ്ട് ചേച്ചിയമ്മേ രേവക്കാട്ട് വിശേഷങ്ങള്? ഇതെന്നാ പോക്കെടാ പോയെ? ആകെ അങ്ങ് കരിവാളിച്ചല്ലോ നീ. അത് ഈ പുകയും പൊടിയൊക്കെ അടിച്ചിട്ടേ. ഈ ദൂരയാത്ര എന്ന് വേണ്ടെന്ന് പറഞ്ഞ കേക്കില്ല. തിരിച്ചെത്തുന്നത് വരെ മനുഷ്യന്റെ ഉള്ളിൽ തീയ. ചേച്ചിയമ്മ പേടിക്കാതെ, അങ്ങനെ ഒരു ആക്സിഡന്റിലും പെട്ട് കുട്ടപ്പായി തട്ടിപ്പോത്തൊന്നുമില്ല. വേണ്ടാദിനത്തിന് നാക്ക് വളച്ചെന്നാൽ അടി അങ്ങ് വെച്ചേരും കേട്ടോ. എന്നാ പറയുന്നതിന് ഒരു ലൈസൻസും ഇല്ല. ഇന്നലെ രാവിലെ എത്താന്ന് പറഞ്ഞു പോയതാ. എന്നിട്ട് വരുന്ന നേരോ എന്നാ ലേറ്റ് ആവുമെന്ന് വിളിച്ചു പറ. അതുമില്ല. എന്നാ ഇത് ചേച്ചിയമ്മ അവിടെ നിക്ക്, ഞാൻ ലേറ്റ് ആയ എന്റെ കാര്യം. എനിക്കൊന്നും കേക്കണ്ട. അമ്മേ. അതേടാ, അമ്മ തന്നെയാ. ഞാൻ ഇവിടെ വന്ന് കയറുമ്പോ നിനക്ക് 5 വയസ്സാ. അമ്മയായിട്ട് തന്നെ നിന്നെ ഞാൻ വളർത്തിയേ. നിന്റെ കാര്യത്തില് ഒരമ്മയുടെ ആദ്യ അങ്കലാപ്പും ഒക്കെ ഉണ്ടാവും എനിക്ക്. ചേട്ടാ, അതിനിപ്പോ എന്നാ ഇവിടെ ഉണ്ടായേ? ഇന്നലെ ഇങ്ങ് എത്തണ്ടായിരുന്നെന്നേ. വരുന്ന വഴിക്ക് ആ കുരുത്തങ്കട്ട വാസുവിന് ഒടുക്കത്തെ പനിയും ഛർദിയും. പിന്നെ കാണുന്നിടത്തെല്ലാം നിർത്തി ഇളനീര് വെട്ടിയും ഒരു കണക്കിന് എത്തിച്ചു. ഇപ്പതേ ഇച്ചായന്റെ ആശുപത്രി കൊണ്ടുപോയി തട്ടിയേച്ചു വന്നിരിക്കുക. എന്നതാണ് കുട്ടപ്പായി, വല്ല കോളും ഉണ്ടോ? എന്നാ ബ്രാൻഡാ? നല്ല ഗോതമ്പും ചോളവും ഇട്ട് വാറ്റിയെടുത്ത അതൊക്കെ ഞായറാഴ്ച മതി. ഇപ്പൊ നീ പോയി കുളിക്കേ. ഓ, എന്നാടാ എന്റെ പെമ്പർന്നൂരിന്റെ മുഖത്തൊരു മഴക്കാറ്? ചാർജ് ചെയ്ത കേസ് 2.
പറഞ്ഞ കണക്ക് തെറ്റിച്ച് ഒരു ദിവസം ലേറ്റ് ആയിട്ടുള്ള വരവും ആ വിവരം ഫോണിൽ അറിയിച്ചില്ലെന്നുള്ള അക്ഷന്തവ്യമായ തെറ്റും. അവളുടെ സ്വഭാവം അറിയാവുന്നതല്ലേ. നിനക്കൊന്ന് വിളിച്ചെന്തായിരുന്നു? ആട്ടെ, പോയി കുളിച്ചേച്ച് വല്ലതും കഴിക്കാൻ നോക്ക്. വലിയ മുതലാളി അപ്പം കമ്പനി പോയി. അപ്പൊ പിന്നെ കുളി കഴിഞ്ഞ് വന്നിട്ടാവാം വീരസാഹസികമായ യാത്രാ വിവരണം. കുട്ടികൾക്ക് പുതിയ ക്ലാസ് ടീച്ചറെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സത്യം പറഞ്ഞ ഈ ജോലി കിട്ടുമെന്ന് ഞാൻ കരുതിയതല്ല സാർ. മറ്റു പലയിടത്തും ലക്ഷങ്ങൾ വാങ്ങി നിയമനം നടത്തുമ്പോ ഒന്നും വാങ്ങാതെ ഇങ്ങനെ ഒരു ജോലി. നിയമനം നടത്തി പണം പിരിക്കേണ്ട കാര്യമൊന്നും ദേവക്കാട്ടുകാർക്കില്ല. ടീച്ചർക്ക് അറിയോ, ഈ നാട്ടിലെ സ്കൂള് മാത്രമല്ല, ആശുപത്രി, സ്വർണ്ണക്കട, തുണിക്കട, ബ്രാൻഡിക്കട, അങ്ങനെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സ്ഥാപനങ്ങളും ദേവക്കാട്ടുകാരുടെ. തെമ്മാടിത്തരം വേണോ, അതിനും ഉണ്ടാള്. അപ്പനും 6 മക്കളും കൂടി തീരുമാനമെടുത്താൽ ആരെ കൊണ്ടും അതിനെ എതിർക്കാനൊക്കില്ല. പക്ഷെ സത്യത്തിന് നിരക്കാത്തൊന്നും ദേവക്കാട്ടുകാർ ചെയ്യില്ല. ഈ സ്കൂളിലെ കുട്ടികൾക്ക് ഉച്ചക്കഞ്ഞി എന്ന് പറയാനാവില്ല, വിഭവസമൃദ്ധമായ സദ്യയല്ലേ കൊടുക്കണത്. പിന്നെ നമുക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നാ ആ മുറ്റത്ത് ചെന്നാ മതി, വാരി കോരിയാ തരുന്നേ. എന്റെ 3 പെൺകുട്ടികളെ പറഞ്ഞയക്കാൻ എനിക്കൊന്നും അറിയേണ്ടി വന്നിട്ടില്ല. ഈ നാട്ടിലൊരു നാടൻ പ്രയോഗമുണ്ടേ, അപ്പന്റെയും മക്കളുടെയും സ്നേഹം ദേവക്കാട്ടിൽ നിന്ന് പഠിക്കണത്. ആ ബാഗ് നോക്കടാ. മതി ചായോ? നീ അവിടെ ഇറങ്ങ, ഞാൻ എടുത്തു തരാം. ഇതെല്ലാം എടുത്താ സ്റ്റോറെ കൊണ്ടുപോയി. ഞാൻ എടുക്കടാ, ഞങ്ങൾ എടുത്തോളാം. പിടിക്കടാ. ഇതാ നമ്മുടെ പുതിയ ടീച്ചർ. ഒന്ന് വാടാവ്. സലീമേ, നീ ആ വണ്ടി എടുത്ത് സ്കൂളിന്റെ മുമ്പിലോട്ടിട്. ഞാൻ ഒന്ന് ഹെഡ്മാഷെ കണ്ടേച്ചു വരും. സൈലൻസ്, സൈലൻസ്. എന്നതാ പിള്ളേരെ കിടന്ന് ബഹളം വയ്ക്കുന്നേ? ഈ പീരീഡിൽ എന്നാ സാറില്ലായോ? ഗുരുപത്നിയുടെ സുഖപ്രസവത്തിന് പ്രാർത്ഥിക്കാതെ ചുമ്മാ കിടന്ന് ബഹളം വയ്ക്കുവാണോ വേണ്ടത്? അതിര് കടന്ന് ബഹളം വെച്ചാ ബ്രേക്ക് ഇല്ലാത്ത ലോറി പോലെയാ, അത് അപകടം ഉണ്ടാക്കും. മനസ്സിലായോ? ആ